ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ബ്ലാക്ക് ബോൾ ഹോട്ടൽ ആൻഡ് കൂൾ ബാർ ചെറുപുഴ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ചെറുപുഴ ബ്ലോക്കിന്റെ ആഭിമുഖ്യത്തിൽ പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക, ക്ഷാമാശ്വാസ കുടിശ്ശിക അനുവദിക്കുക മുതലായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചെറുപുഴ സബ് ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് എം കെ സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി കോഡൂർ കുഞ്ഞിരാമൻ ഉദ്ഘാടനം നിർവഹിച്ചു. കെ എം തോമസ്, ഷാജൻ ജോസ്, പി കെ ലക്ഷ്മണൻ, പി ജെ ജോസഫ് എന്നിവർ സംസാരിച്ചു. ക്ഷാമാശ്വാസം 5 ഗഡു ക്ഷാമാശ്വാസം തീർത്ത് നൽകൂ പിണറായി, തീർത്ത് നൽകൂ പിണറായി. പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ തുടങ്ങുക സർക്കാരെ, ഉടൻ തുടങ്ങുക സർക്കാരെ. വർഷം ഒന്ന് കഴിഞ്ഞിട്ടും പിണറായി വിജയനും ബാലഗോപാലനും മിണ്ടുന്നില്ല, അനങ്ങുന്നില്ല. ഡിആർ കുടിശ്ശിക നൽകിയിടാത്ത നമ്പർ 1 ആയി കേരളം, നമ്പർ 1 ആയി കേരളം. പ്രതിഷേധിക്കുക പെൻഷൻകാരെ, KSSPA സിന്ദാബാദ്. സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം ഇന്ന് കേരളമെമ്പാടും ഈ മനോഹരമായ കേരള പിറവി ദിനത്തിൽ നവംബർ 1 പ്രതിഷേധ ദിനമായി ആചരിക്കുകയാണ്. നമുക്കറിയാം, ഈ കഴിഞ്ഞ 9 വർഷമായി, ഏകദേശം 9.5 വർഷമായി ഈ കേരള നാട്ടിലെ എല്ലാ ജനവിഭാഗങ്ങളെയും കഷ്ടപ്പെടുത്തുന്ന പോലെ പെൻഷൻകാരെയും സർക്കാർ പരമാവധി ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 2024 നവംബർ 1 നിലവിൽ വരേണ്ട 12ാം ശമ്പള പരിഷ്കരണം വർഷം 1 കഴിഞ്ഞിട്ടും കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ പോലും അതിനെക്കുറിച്ച് യാതൊരു പരാമർശം നടത്താതെ ഇവിടെ ലക്ഷക്കണക്കിന് പെൻഷൻകാരെ നിരാശപ്പെടുത്തിയിരിക്കുകയാണ്. KSSPA പെൻഷൻകാരുടെ ആനുകൂല്യത്തിന് വേണ്ടി നിരന്തരമായി പോരാട്ടത്തിലാണ്. ഇതിനോടകം തന്നെ ഈ ട്രഷറിയുടെ മുമ്പിൽ തന്നെ എത്രയോ പ്രാവശ്യം നമ്മൾ വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ സമരരംഗത്ത് വന്നിട്ടുണ്ട്. കളക്ടറേറ്റിന്റെ പടിക്കലും സെക്രട്ടേറിയറ്റിന്റെ പടിക്കലും ഒക്കെയായി ഇതിനോടകം അനവധി തവണ പെൻഷൻകാരുടെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമരം ചെയ്തു കഴിഞ്ഞു. പക്ഷേ ഒക്കെയും ബദിരകർണങ്ങളിലാണ് ചെന്ന് പതിച്ചിട്ടുള്ളത്. കേരള സംസ്ഥാന ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത വിധം മുൻകാല പ്രാബല്യമില്ലാതെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 1/1/2021 മുതൽ ഈ 1/1/2023 വരെ പ്രഖ്യാപിച്ച ക്ഷാമബത്തുകളിൽ 191 മാസത്തെ കുടിശ്ശിക വരുത്തിക്കൊണ്ട് അതിനെക്കുറിച്ച് യാതൊരു മിണ്ടാട്ടവും ഇതുവരെയായിട്ടുണ്ടായിട്ടില്ല. ഈ ട്രഷറിക്ക് മുമ്പിൽ തന്നെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പരിപാടികൾ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. ആ നടന്നപ്പോഴെല്ലാം ഞാൻ 1-2 പ്രാവശ്യം പറഞ്ഞൊരു കാര്യം, ഇനി ബാലഗോപാലിനെയും പ്രകാരിനെയും വീട്ടിൽ കയറി പിടിച്ചതിന് മാത്രമേ, അതായത് കോളർ പിടിച്ചാലേ ആ കാര്യം നടക്കൂ എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കുന്നത്. ഇപ്പോൾ നട്ടാൽ മുളക്കാത്ത കള്ളം പറഞ്ഞാണ് അതിദാരിദ്ര്യ മേഖലയിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ തള്ളുന്നു എന്ന് പറഞ്ഞിട്ട് എന്തൊരു ആഘോഷമായിരുന്നു 2 ദിവസമായി TV-ക്കാർക്കും പത്രക്കാർക്കും. ഓരോ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിലാണ് പരസ്യങ്ങളെല്ലാം കൊടുക്കുന്നത്. അതിനെ ലക്ഷക്കണക്കിന് രൂപ ചെലവ്. അങ്ങനെ വരുന്ന ഈ സർക്കാർ, നമ്മുടെ ഇനി വരാനിരിക്കുന്ന സർക്കാർ, ഇനി ഏത് സർക്കാരായാലും ആ സർക്കാരിൻ്റെ മുന്നിൽ വലിയൊരു ഭാരം ചുമത്തിക്കൊണ്ടുള്ള ഏർപ്പാടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കടം മേടിക്കാനിടത്തോളം നമ്മൾ പറയാറില്ല, സാധാരണ കടം മൂക്കറ്റം കടം കയറിയിരിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ ഇനി അധികം പറഞ്ഞിട്ടുള്ള കാര്യം. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ചോദിക്കണം, നമ്മൾ ചോദിച്ചില്ലെങ്കിലും ചോദിച്ചുകൊണ്ടേയിരിക്കണം തന്നെയാണ് നമ്മുടെ വലിയ സഖാവ് മോദി സാറും കൂടെ പറഞ്ഞത്. ഏത് കാര്യമായാലും ചോദിച്ചുകൊണ്ടേയിരിക്കണം, എന്നാലേ കിട്ടുള്ളൂ. അത് നമ്മൾ അനുസരിച്ചുകൊണ്ട് എന്തായിരുന്നാലും നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്നാലേ കാര്യങ്ങൾ നടക്കുള്ളൂ എന്ന ബോധ്യത്തോടു കൂടി നമ്മൾ പ്രവർത്തിക്കണം. ഇനിയും ഉള്ള സമര പരിപാടികളിൽ എന്ത് പരിപാടി പറഞ്ഞാലും അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഏത് പരിപാടി ആയാലും ആ പരിപാടി ഒത്തിരി പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ ഈ നവംബർ 1 സാധാരണ നോക്കിക്കാണുന്നത്. കാരണം കേരളപ്പിറവി എന്ന് പറയുന്നത് നമുക്കറിയാം, കേരളത്തിലെ ഓരോരുത്തരുടെയും സന്തോഷത്തിന്റെ ദിവസമാണ്. പക്ഷേ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നമുക്കറിയാം
കണ്ണീരിന്റെ ദിവസമായിട്ട് മാറിയിരിക്കുകയാണ് ഈ നവംബർ 1. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, നമ്മുടെ കേരള സർക്കാർ അല്ലെങ്കിൽ കേരള മുഖ്യമന്ത്രി ഒരു നയപ്രഖ്യാപനം നടത്തുകയുണ്ടായി. ആ നയപ്രഖ്യാപനം എന്ന് പറയുന്നത് നമുക്കറിയാം, വെറും ഒരു നയപ്രഖ്യാപനമല്ല, അതൊരു മിനി ബഡ്ജറ്റാണ് അദ്ദേഹം അവിടെ അവതരിപ്പിച്ചത്. കഴിഞ്ഞ ബഡ്ജറ്റിൽ പറയാത്ത കാര്യം, അല്ലെങ്കിൽ വരാൻ പോകുന്ന ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ട് നടത്തിയ ഒരു മിനി ബഡ്ജറ്റ് ആണ് അദ്ദേഹം ഇവിടെ നടത്തിയത്. പക്ഷെ നമുക്കറിയാം, ആ മിനി ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങളും നടത്താനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത ഒരു സർക്കാർ എങ്ങനെ അവര് ഈ നമ്മളുടെ ജീവനക്കാർക്ക് ഈ പറഞ്ഞ ആനുകൂല്യങ്ങൾ കൊടുക്കുമെന്ന് യാതൊരു ധാരണയുമില്ല. നമുക്കറിയാം, അദ്ദേഹം പ്രഖ്യാപിച്ചത് മുഴുവൻ അദ്ദേഹത്തിന്റെ കാലത്ത് തന്നെ നിർത്തലാക്കിയ കാര്യങ്ങളാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നൽകിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ ഇദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ പിണറായി വിജയന്റെ കാലം എത്തിയപ്പോഴേക്കും പൈസയില്ല, അല്ലെങ്കിൽ ഖജനാവ് കാര്യമാണെന്ന് പറഞ്ഞ് അവര് നിർത്തലാക്കിയ കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസത്തെ മിനി ബഡ്ജറ്റിൽ അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായത്. ചുരുങ്ങിയ കാലയളവിൽ രുചിയുടെ ലോകത്ത് അതിശയിപ്പിക്കുന്ന വിപ്ലവത്തിന്റെ വാതായനം തുറന്ന് മനോഹരിയായ ചെറുപുഴ പട്ടണത്തിന്റെ തിരക്കുകളിൽ നിന്നും ഒരു വിളിപ്പാടകലെ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ കുടുംബസമേതം ഒത്തുചേരാൻ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബ്ലാക്ക് ബോൾ ഹോട്ടൽ ആൻഡ് കൂൾ ബാർ ചെറുപുഴ. രുചിയേറും നാടൻ വിഭവങ്ങൾ കൂടാതെ ഇന്ത്യൻ, ചൈനീസ്, അറബിക് വിഭവങ്ങളും ജ്യൂസ് ഐറ്റംസ്, മോക്ടെയിൽ, ഷെയ്ക്ക് ആൻഡ് ഐസ്ക്രീം ഐറ്റംസുകളും, ഷവായ, അൽഫാം, ഷവർമ, മന്തി, തന്തൂരി ഐറ്റംസ്, അങ്ങനെ എല്ലാം ആവോളം രുചിയോടെ അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും സകുടുംബം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ബ്ലാക്ക് ബോൾ ഹോട്ടൽ ആൻഡ് കൂൾ ബാർ, നിയർ പഞ്ചായത്ത് ഓഫീസ്, ചെറുപുഴ. ഫോൺ 9495461479. ബ്ലാക്ക് ബോൾ ഹോട്ടൽ ആൻഡ് കൂൾ ബാർ ചെറുപുഴ.